അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി നമ്മൾ എന്തൊക്കെ കാണുന്നല്ലേ ഈ ഒരു ജനറേഷനിൽ. നമുക്കറിയാം ജെൻസി കാറ്റഗറിയിൽ പെടുന്ന, അല്ല കാറ്റഗറി അല്ല, ആ ഒരു ഗണത്തിൽ പെടുന്ന കുട്ടികൾ ഇപ്പോൾ ഭയങ്കര ഓവർ ടാലൻറ്റഡ് ആണ്, എല്ലാം ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് കുട്ടികളാണ്. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കയ്യിൽ നിന്ന് രണ്ട് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടെങ്കിലും പഠിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മുടെ നിയമം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ അടിക്കാനോ അല്ലെങ്കിൽ ഒരു നോവിക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അടിയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് കുട്ടികളിപ്പോൾ പഴയ രീതിയൊന്നുമല്ല, പണ്ടത്തെ രീതിയിൽ അധ്യാപകരെ പേടിയോ കാര്യമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്നിരിക്കുന്ന സംഭവം. പ്രിൻസിപ്പലിനെ കയറി ഒരു പയ്യൻ, ഒരു വിദ്യാർത്ഥി റൂമിൽ കയറി നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുകയും മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയതിന് മൊബൈൽ ഫോൺ എടുത്തു മാറ്റിയതിന് അധ്യാപകനെതിരെ വിദ്യാർത്ഥി കയറി ചെന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഭീഷണിയാണ്. അധ്യാപകനോട് പറയുന്നത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെ കൊല്ലും എന്നുള്ള രീതിയിൽ ഭീഷണിയായിരുന്നു. ആ ഒരു രീതിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു തലമുറ മാറിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം വീണ്ടും പഴയ ശിക്ഷാരീതി അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ശിക്ഷയും കാര്യങ്ങളും, പണ്ട് വടി കാണുമ്പോൾ നമ്മൾ പേടിച്ചു കൊടുത്തൊരു കാലമുണ്ട്, വിറയ്ക്കുന്ന കാലം ഉണ്ടായിരുന്നു, അങ്ങനെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് നിന്നും ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വ്യത്യാസം, ശിക്ഷാ നടപടികളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ തലതിരിഞ്ഞ് തോന്നിയ വഴിക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അധ്യാപകന് നേരെ ചീത്ത വിളിക്കാനോ അധ്യാപകനെ ഭീഷണിപ്പെടുത്താനോ ഒക്കെയുള്ള രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കുട്ടികൾ, ആ ഒരു ജനറേഷനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് പഴയ ആ ഒരു നിയമം എന്താ പറയുക, ഇപ്പോഴത്തെ ആ നിയമം എടുത്ത് മാറ്റുക. പണ്ടത്തെ ശിക്ഷ, തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാനും അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാനും ശാസിക്കാനും ഉള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇന്നത്തെ കുട്ടികൾ നേർവഴിക്ക് നടക്കണോ അതോ തോന്നിയ വഴിക്ക് നടക്കണമെന്ന്. കാരണം നിയമമെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ്. അധ്യാപകർക്ക് കുട്ടികളെ ഒന്നും ചെയ്യാൻ മേല, പഠിപ്പിക്കാൻ മേല, ഒന്ന് വഴക്ക് പറയാൻ മേല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മേജർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആവശ്യമില്ലാതെ കുട്ടികളെ അധ്യാപകർ മർദ്ദിച്ചത് കൊണ്ട് ശിക്ഷിച്ചത് കൊണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ് അന്ന് ആ നിയമം അങ്ങ് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ പഴയ നിയമം, അതായത് അധ്യാപകർക്ക് ശിക്ഷിക്കാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ, അനാവശ്യമായിട്ടല്ല, ആവശ്യത്തിന് ശിക്ഷിക്കാം എന്നുള്ളൊരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമൊക്കെ മാറും. കുട്ടികൾ പേടിച്ചിട്ടാണെങ്കിലും രണ്ടക്ഷരം പഠിക്കാനെങ്കിലും നോക്കും. അല്ലാത്ത പക്ഷം ഇങ്ങനെ തോന്നിയ വഴിക്ക് നടക്കും. വരുന്ന തലമുറ തോന്നിയ വഴിക്ക് അങ്ങ് പോകും. ആരോടും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല.